ഹായ് അസ്സലാമു അലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ചിക്കൻ മുഗളായി ആണ്. ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു രീതിയിലാണ് കാണിച്ചിട്ടുള്ളത്. നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. അപ്പോൾ വീഡിയോ കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുന്ന കാര്യം മറന്നു പോകരുത്. 400 ഗ്രാം ബോൺലെസ് ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ആദ്യം ഇതൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഈ ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം കുരുമുളകിൻ്റെ പൊടി ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ എരിവ് അനുസരിച്ചിട്ട് കുരുമുളകിൻ്റെ പൊടി അഡ്ജസ്റ്റ് ചെയ്താൽ മതി. 1 ടീസ്പൂൺ ചെറുനാരങ്ങയുടെ നീരോടെ ചേർത്തിട്ട് ഇത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. ഒരു 10-15 മിനിറ്റ് വെച്ചാൽ മാത്രം മതി. ഒരുപാട് നേരമൊന്നും ഞാൻ വയ്ക്കുന്നില്ല. ഇപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ചൂടായപ്പോൾ അതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് ഒരു 4 ഏലക്കായും ഒരു 2-3 ഗ്രാമ്പൂവും ചേർത്തിട്ട് അതൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർക്കുന്നത്. 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ലോ ഫ്ലെയിമിൽ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് തന്നെ ഇതുപോലെ ചോപ്പറിലിട്ടിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഒരു 2 മീഡിയം സൈസിലുള്ള സവാളയാണ് എടുത്തിട്ടുള്ളത്. ഒരു 400 ഗ്രാം ചിക്കനിലേക്ക് വേണ്ടിയിട്ട്. ഇതിനി നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ സവാള എടുക്കുമ്പോൾ നന്നായിട്ട് തന്നെ ചോപ്പ് ചെയ്തിട്ട് എടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. സവാള നന്നായിട്ട് വഴന്നു വന്നപ്പോൾ ഇതിലേക്ക് ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് നന്നായിട്ട് തന്നെ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എരിവ് അനുസരിച്ചിട്ട് മുളക് പൊടി അഡ്ജസ്റ്റ് ചെയ്യുക. ഇനി ഇതിലേക്ക് ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. വലിയ ജീരകം വറുത്ത് പൊടിച്ചത് ഒരു 1/2 ടീസ്പൂണും 1 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഒരു മിനിറ്റൊക്കെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ലോ ഫ്ലെയിമിൽ വേണം ഇത് വഴറ്റിയെടുക്കാനായിട്ട്. അപ്പോൾ നന്നായിട്ട് ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി കാഷ്യൂനട്ട് പേസ്റ്റാക്കിയതാണ് ചേർക്കുന്നത്. ഞാനിവിടെ ഒരു 10 കാഷ്യൂനട്ട് മിക്സിയുടെ ചെറിയ ജാറിൽ കുറച്ച് മാത്രം വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി എടുത്തിട്ടുള്ളതാണ്. ഇതിൽ നിന്ന് ഒരു 2-3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കുക. 3 ടേബിൾ സ്പൂണൊക്കെ മതിയാവും. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് കൂടി ചേർത്ത് കൊടുക്കുക. ഒരുപാട് പുളിയില്ലാത്ത നല്ലപോലെ ബീറ്റ് ചെയ്തിട്ടുള്ള തൈരാണ്. നന്നായിട്ട് ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് കട്ടകൾ ഉടച്ചെടുത്തിട്ടുള്ള തൈരാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ലോ ഫ്ലെയിമിൽ നന്നായിട്ട് ഒരു 1-2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. നേരത്തെ ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഒരുപാട് അങ്ങ് ലൂസായിട്ടുള്ള ഗ്രേവി അല്ല. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ സൈഡിൽ നിന്നൊക്കെ എണ്ണ തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇത് ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് അങ്ങ് മിക്സാക്കി എടുക്കാം. ഇതിലേക്ക് കുറച്ച് മാത്രം വെള്ളമൂടെ ചേർത്തിട്ട് ഇതിനെ അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇതിലേക്ക് 2 പച്ചമുളക് ഒന്ന് കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവ് അനുസരിച്ചിട്ട് പച്ചമുളക് കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം.
ഇപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. 5 മിനിറ്റ് നന്നായിട്ട് തന്നെ ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ചിക്കൻ്റെ വേവ് അനുസരിച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് ചോപ്പ് ചെയ്തിട്ടുള്ള മല്ലിയിലയും ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചിക്കൻ കറി റെഡിയാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്